ക്യാമിയോ റോൾ അത് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് താരങ്ങൾ ഗംഭീരമായിട്ട് ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഒരു 3 താരങ്ങൾ എടുക്കുകയാണ്. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. ഇവർ ചെയ്ത ഒരു 3 ചിത്രങ്ങളുടെ ക്യാമിയോ റോളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന് 1995 കിങ് എന്ന് പറഞ്ഞ സിനിമ. നമുക്കറിയാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. അന്ന് എനിക്ക് തോന്നുന്നു 40 കേന്ദ്രങ്ങളിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന ചിത്രം. ഒരു രക്ഷയില്ലാത്ത, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പോയി കണ്ട് ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത എല്ലാവരും കൈയടിച്ച്, ഇംഗ്ലീഷ് മമ്മൂട്ടി പറയുന്ന കേട്ട് കൈയടിക്കുന്ന സിനിമയ്ക്കകത്ത് ഒരു ഗംഭീര ക്യാരക്ടറോട് ഉണ്ട്. എല്ലാം ഗംഭീര ക്യാരക്ടറാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. പക്ഷേ അതിനകത്ത് സുരേഷ് ഗോപി ചെയ്യുന്ന മാധവൻ IPS ഏകലവ്യയിലെ ക്യാരക്ടറിന്റെ ഒരു ക്യാമിയോ പോലെ ഇതിനകത്ത് വന്ന് വളരെ ഒരു കുറ്റാന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് വളരെ കുറച്ച് ഒരു 10 മിനിറ്റ് താഴെ വന്ന് സുരേഷ് ഗോപി വയ്ക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുന്ന സീനാണ്. സുരേഷ് ഗോപിയുടെ ഗംഭീര ക്യാമിയോയിൽ ഒന്നാണ്. നമുക്ക് ഒരുപാട് ഗംഭീര സുരേഷ് ഗോപിയുടെയും ക്യാമിയോ റോൾ ഉണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാമിയോ റോളാണ് എനിക്കും അത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയുക. ഇനി തിരിച്ച് മോഹൻലാലിലേക്ക് വരുമ്പോൾ 1998 സമ്മർ ഇൻ ബദലയം. മോഹൻലാലിന് എനിക്കൊന്നും വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമിയോ റോൾ. കാരണം അതിനകത്ത് ഹരീഷൻസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ സമ്മർ ഇൻ ബദലയം വന്നത്. സിവിമലയിൽ സംവിധാനം രഞ്ജിത്ത്, തിരക്കഥ മഞ്ജു വാര്യർ, നമ്മുടെ ജയറാം, സുരേഷ് ഗോപി എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അതുവരെയും കളിച്ച് രസിച്ച് നല്ല ഗംഭീര പാട്ടുകളൊക്കെ കൊണ്ടുവരുന്ന പടത്തിനെ ലാസ്റ്റിൽ ഇമോഷണലി അങ്ങ് ഹുക്ക് ചെയ്യിപ്പിച്ച് അങ്ങ് അപ്ലിഫ്റ്റ് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് അത് മോഹൻലാലിന്റെ നിരഞ്ജൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഒരു രക്ഷയില്ലാത്ത കഥാപാത്രം. അത് ആ സിനിമയ്ക്ക് എത്രമാത്രം വീണ്ടും റിപ്പീറ്റ് വാല്യൂ ചെയ്ത് നമുക്ക് ആ സിനിമ ചിലപ്പോൾ ആ സീൻ കാണാൻ തന്നെ ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നൊരു സീനായിട്ട് തോന്നി. അതാണ് നമ്മുടെ സമ്മർ ഇൻ ബദലയമിലെ മോഹൻലാലിന്റെ നിരഞ്ജൻ. എന്തായാലും മോഹൻലാലിന്റെ നിരഞ്ജനെ കുറിച്ച് നിങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്താം. അടുത്തത് 2000 റിലീസ് ചെയ്ത നരസിംഹം. ആ വർഷത്തെ ഇൻഡസ്ട്രിയൽ ടോപ്പറാണ് ആ ഒരു സിനിമ. മോഹൻലാലിന്റെ ഗംഭീര കഥാപാത്രം. അന്ന് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ ചെയ്ത മമ്മൂട്ടിയുടെ വക്കീൽ കഥാപാത്രം. അത് ചില്ലറ കഥാപാത്രമൊന്നും അല്ല. നന്ദഗോപാൽ മാരാർ. ആ തുടക്കം തന്നെ ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്തോട്ട് മമ്മൂട്ടി രാജസ്ഥാൻ മരുഭൂമിയിലോട്ടെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് പ്രസന്റ് ചെയ്ത് മമ്മൂട്ടി ഇരിക്കുന്നതും പിന്നീട് ആ കോടതിയിലുള്ള ഒരു 10 മിനിറ്റ് സീനും ഒക്കെ ഒരു 10-20 മിനിറ്റ് നീണ്ട ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രകമ്പനം തിയേറ്ററിൽ കൊള്ളിച്ച, തിയേറ്ററിൽ ഫുൾ കയ്യടിയോടുകൂടി ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ കാണുന്ന, ഒന്നാമത് ആ പടം ഫുൾ കയ്യടിയാണ്. അതിന്റെ കൂട്ടത്തിൽ ആ സമയത്ത് മമ്മൂട്ടിയുടെ ഈ ഒരു 10-20 മിനിറ്റത്തെ പെർഫോമൻസോടെ കൊണ്ട് അങ്ങ് തകർത്താടിയ കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രം, മമ്മൂട്ടി ചെയ്ത നന്ദഗോപാൽ മാരാർ, സുരേഷ് ഗോപി ചെയ്ത ഏകലവ്യന്റെ കിങ്ങിനകത്ത് ചെയ്തേക്കുന്ന കഥാപാത്രം, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാമിയോ ഏതാണ്? നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ്സിൽ രേഖപ്പെടുത്തുക.